ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നു എന്നുള്ളത് തന്നെയാണ് എല്ലാ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, ഇത്രയും ഫ്യൂവലുണ്ട്, ഏതാണ്ട് 10 മണിക്കൂറോളം പറക്കാൻ പര്യാപ്തമായ തരത്തിൽ ഇന്ധനം നിറച്ചിട്ടുണ്ട്. അത് പറന്നുയർന്ന് പൊങ്ങിയതേയുള്ളൂ. 2 മിനിറ്റ് കഷ്ടിയാണ് ടൈം എന്ന് പറയുന്നത്. ഈ അവസാനത്തെ സന്ദേശം കൊടുത്തതിന് ശേഷമുള്ള എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷനുള്ള സാധ്യതയോ, ഒരുപക്ഷെ നിരന്തരമായ ആവർത്തിച്ച ചോദ്യങ്ങളോട് മറുപടി പറയുന്നില്ലായിരുന്നു. ഇത് അനിവാര്യമായ ദുരന്തമാണ് എന്ന് മുന്നിൽ കാണുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള നിഗമനങ്ങളൊക്കെ പല ദേശീയ മാധ്യമങ്ങളിലും കാണുന്നുമുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അത്രയും ജനനിബിഡമായ ഒരു ആശുപത്രി കെട്ടിടം തന്നെ ഇല്ലായ്മ ചെയ്ത തരത്തിലുള്ള ഒരു ക്രാഷ് ലാൻഡ് ഉണ്ടായത്, അതിൻ്റെ കാഷ്വാലിറ്റി അധികമായി നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യവുമാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്നതിനുള്ള, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യേണ്ടി വന്നാൽ എങ്ങനെയാണ് അതിനൊരു കൺട്രോൾ എടുക്കുക? അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. എന്നിരുന്നാൽ പോലും ഇത്തരം ഒരു സന്ദേശം, ഈ മേഡേ സന്ദേശം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന നടപടികൾ എങ്ങനെയാണ്? Every takeoff is optional, but landing safe is mandatory. ഇവിടെ ഫ്ലൈറ്റ് പ്ലാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, വിമാനത്തിന് ടേക്ക് ഓഫ് ക്ലിയറൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് എയർബോണായി നോസ് വീൽ പൊങ്ങുന്ന സമയം തൊട്ടാണ് അതിൻ്റെ എയർബോൺ സമയം നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഈ പർട്ടിക്കുലർ കേസിൽ എയർബോണായി അത് 41 സെക്കൻഡുകൾ മാത്രമേ എയറിൽ ഫ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതിനുശേഷം അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫുള്ള് മൂലം, എക്സസ് വെയിറ്റ് മൂലവും അത് താഴേക്ക് ഒരു തീഗോളമായിട്ട് വന്ന് പതിക്കുകയായിരുന്നു. ഇവിടെ എയർക്രാഫ്റ്റിൻ്റെ മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് പ്ലസ് അതിൻ്റെ സീറോ ഫ്യൂൽ ടേക്ക് ഓഫ് വെയിറ്റ്, ഇത് രണ്ടിലും ഒരു മിസ്മാച്ച് ഉണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കും എന്ന് ഞാൻ കരുതട്ടെ. പിന്നീട് മുൻപ് എൻ്റെ ഫെലോ പാനലിസ്റ്റുകൾ പറഞ്ഞ പോലെ മറ്റ് 2 കാരണങ്ങളെന്ന് പറയുന്നത് ബേർഡ് ഹിറ്റാണ്, അതുകൂടാതെ ടർബുലൻസും വിൻഷെയറും. ബേർഡ് ഹിറ്റിനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ടേക്ക് ഓഫ് ക്ലിയറൻസ് കൊടുക്കുന്നതിന് മുമ്പ് ടേക്ക് ഓഫ് പാത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കും കൺട്രോളർ ടേക്ക് ഓഫ് ക്ലിയറൻസ് കൊടുക്കുക. അതല്ല ഏതെങ്കിലും കാരണവശാൽ ഒരു ബേർഡ്സിനെ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഹോൾഡ് ചെയ്യുകയോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് പൈലറ്റിംഗ് കമാൻഡിനെ വാൺ ചെയ്യുകയോ ചെയ്തിരിക്കും. പക്ഷേ ഈ പർട്ടിക്കുലർ കേസിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ബേർഡ് ഹിറ്റ് ചാൻസ് വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അടുത്തത് വിൻഷിയറാണ്. വിൻഷിയർ ഇപ്പോഴത്തെ അവസ്ഥയിൽ കണ്ടെത്തുന്നതിനുള്ള ഒരുപാട് സംവിധാനങ്ങൾ എയർക്രാഫ്റ്റിൽ തന്നെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു വിൻഷിയറിൻ്റെ സാഹചര്യം ആ പർട്ടിക്കുലർ സാഹചര്യത്തിൽ ആ കാലാവസ്ഥയിൽ അവിടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല വെതർ റിലേറ്റീവ്ലി ബെറ്റർ ആയിരുന്നു. ഓഫ് കോഴ്സ് ടെമ്പറേച്ചർ മാത്രം സ്ലൈഡ്ലി ഹയർ ആയിരുന്നു. ഇനി ഈ എയർബോണായിട്ട് നമുക്കൊരു 41 സെക്കൻഡ്സ് സമയം മാത്രമാണ് എയർക്രാഫ്റ്റ് എയർബോണായി നിന്നത്. ഈ സമയത്ത് ഒരു മേഡേക്കാൾ വന്നു കഴിഞ്ഞാൽ അതിന് നമുക്കൊരു റെസ്പോൺസ് ടൈം വളരെ വിരളമാണ്. സാധാരണ ഈ എയർക്രാഫ്റ്റ് നമ്മുടെ എയർപോർട്ടിൻ്റെ ബൗണ്ടറി കഴിഞ്ഞ് വെളിയിലായിരിക്കും പോയേക്കുന്നത്. നമ്മുടെ എയർപോർട്ടിൽ തന്നെ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അവിടെ എത്തിച്ചേരണമെങ്കിൽ മിനിമം 58 സെക്കൻഡിൽ അധികം എടുക്കും. അപ്പോൾ ഈ ഒരു റെസ്പോൺസ് ടൈം വളരെ നിർണായക ഘടകമാണ്. ഇനി നേരത്തെ മുൻ പാനലിസ്റ്റുകൾ പറഞ്ഞ പോലെ ത്രസ്റ്റിൻ്റെ ഒരു മേജർ ഇഷ്യൂ ഉണ്ട്. അത് ഇൻവെസ്റ്റിഗേഷനിലൂടെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് സംഭവിച്ചതിൻ്റെ കാരണങ്ങൾ പലതാകാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു മിസ്മാച്ച് എൻ്റെ ചിന്തയിൽ വരുന്നുണ്ട്. അത് കണ്ടെത്തട്ടെ. ബ്ലാക്ക് ബോക്സിലൂടെ അത് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. ഇനി ഒരു അടുത്തത് ATC ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ കൺട്രോളേഴ്സ് അവർ വളരെ ഇഫക്റ്റീവായിട്ടത് സിറ്റുവേഷൻസ് മനസ്സിലാക്കി റെസ്പോണ്ട് ചെയ്തു എന്നാണ് ഞാൻ കരുതുന്നത്.